Hi friends, Assalamualaikum. Welcome back to Thaslees Kitchen. ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നത്. 2 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയുടെ ഓർഡറും അതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡറും കിട്ടിയതായിരുന്നു. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. വളരെ ഈസി ആയി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അവർക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടിയത്. നമുക്ക് നോക്കാം, റെസിപ്പിയിലോട്ടേക്ക് പോവാം. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം വരുന്ന കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, സോൾട്ട് 1/4 ടീസ്പൂൺ. ഇത് 3 പ്രാവശ്യം ഇതേപോലെ നന്നായി അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 6 മുട്ടയാണ്. ഇതൊരു ബൗളെടുത്ത് ഇതുപോലെ മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബീറ്റർ വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൗഡർ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പൗഡർ ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട ബീറ്റായി വരുന്നതിനനുസരിച്ചിട്ട് പൗഡർ ഷുഗർ അല്പമായി ചേർത്ത് നന്നായി ഫ്ലഫി ആയി വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഫ്ലഫി ആയി വന്നതിന് ശേഷം പിന്നെ വാനില എസൻസ് 1.5 ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായി ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ ചൂടുള്ള 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. മിൽക്കും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അധികം ഫോൾഡ് ചെയ്യാൻ പാടില്ല. സ്ലോലി ഒരേ സൈഡിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ കേക്കിൻ്റെ ഡോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം 200 ടെമ്പറേച്ചറിൽ ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. ഇത് 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. ഇതേപോലത്തെ 2 കേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ കേക്കാണിത്. ഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതിൽ റോസറ്റ നോസിൽ വെച്ചിട്ടാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സിൽവർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ബിരിയാണിയുടെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത്. എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഇൻഷാ അല്ലാഹ്